ഹായ്, കിൻ ഫാമിലിയിലെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹെവൻ മോൻ എണീറ്റിട്ടേ ഉള്ളൂ. സമയം 10 മണിയായി. എണീറ്റ് കഴിഞ്ഞിട്ട് ഉള്ള സർക്കസാണേ. ഹായ് ഹായ് പറയ്. ഹായ് ഹായ് പറയ്. ഹായ് പറയ്. അറിയാലോ, എല്ലായിടത്തും മഴ തന്നെയാണ്. അപ്പം മഴ ഇപ്പം ചെറിയൊരു തോർച്ചയുണ്ട്. അപ്പം ഞങ്ങൾ മുറ്റത്തേക്കൊന്ന് ഇറങ്ങിയതാണ്. ഒന്നുമില്ല, ഞാൻ ചെറിയൊരു ചെടി കുഴിച്ചിട്ടിട്ട് ഒരു തോട്ടം ഉണ്ടാക്കിയിട്ടുണ്ട്. തോട്ടം എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും വലിയ തോട്ടമാണ്. ഒന്നല്ല, കുഞ്ഞി തോട്ട. കറക്റ്റ് 10 മണിക്കാണ് ഹെവൻ എണീറ്റത്. 10 മണിപ്പൂ വിരിഞ്ഞത് കണ്ടോ? ഇവിടെ ചെടിയൊന്നും ഇല്ലായിരുന്നേ. ഇങ്ങനത്തെ ചെടികളൊക്കെ ഞാൻ ജീൻ്റെ പപ്പേൻ്റെ പെങ്ങളെ വീട്ടിൽ നിന്നും മാമൻ്റെ വീട്ടിൽ നിന്നൊക്കെ കുറേ കൊണ്ടുപോകുന്നുണ്ട്. പക്ഷെ എല്ലാം ഒന്നും പിടിച്ചിട്ടില്ല കേട്ടോ. കുറച്ചേ പിടിച്ചിട്ടുള്ളൂ. റോസിൻ്റെ കൊമ്പൊന്നും അങ്ങനെ പിടിച്ചിട്ടില്ല. ഇത് മൾബറിയാണേ. ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് കുഴിച്ചിട്ടാണ്. മൾബറി ഉണ്ടായിട്ടുണ്ട്, പിടിച്ചു വരുന്നേ ഉള്ളൂ. മൾബറി 2-3 സ്ഥലത്ത് കൊണ്ടുവന്ന് കുഴിച്ചിട്ടുണ്ട്. എല്ലാം പിടിച്ചിട്ടുണ്ട് കേട്ടോ. മൾബറി പിന്നെ അങ്ങനെയാണ്, വേഗം പിടിക്കും തോന്നുന്നു. ഇതെന്താണെന്നറിയോ? ഈ ചെടീൻ്റെ പേര് ഛായാമൻസ. ചെടിയല്ല കേട്ടോ, ചീരയാണ്. ഒരു മാവിനെ പരിചയപ്പെടാം. മുത്തശ്ശി മാവ് എന്നാണ് ഇതിന് പേരിട്ടത്. വേറെ ഒന്നുമല്ല, പപ്പ കുഴിച്ചിട്ട മാവാണ്. ഇതുവരെ ഇത് പൂത്തിട്ടുമില്ല. സുബി പറയുന്നത് കേട്ടിട്ടുണ്ട് 30 വർഷത്തിന് മുകളിലായിട്ടുണ്ട് എന്ന്. ഇതെല്ലാം ഇത് ആര്യവേപ്പ്. ഇതറിയാലോ, ഇത് പനിക്കൂർക്കയില. ഇതൊക്കെ അവിടെ കുഴിച്ചിട്ടത് ഞാനാണ്. പക്ഷെ മഴ പെയ്തതിന് ശേഷം ഇന്നാണ് ഇപ്പോൾ ശരിക്കും ഒന്ന് പുറത്തിറങ്ങാൻ പറ്റിയത്. ഇവിടെ എപ്പോഴും ഭയങ്കര മഴയാണ്. ഇത് കറിവേപ്പിൻ്റെ തൈ. ഇതിവിടെ ഉണ്ടായിരുന്നതാണ്. പക്ഷെ സ്ഥാനം മാറ്റി കുഴിച്ചിട്ടത് ഞാനാണ്. ഭാഗ്യവശാൽ അത് പിടിച്ചിട്ടുണ്ട്. വേറെ ഉണ്ട് കേട്ടോ കറിവേപ്പിൻ്റെ തൈ.
ഈ കാണുന്നത് ഒരു ജാമ്പക്ക മരമാണ്. ഈ ജാമ്പക്ക അല്ലെങ്കിൽ ചാമ്പക്ക എന്നും പറയും തോന്നുന്നു. ഇതിന്മേൽ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. നല്ല മഴയത്ത് ജാമ്പക്കേൻ്റെ ഭാരം കൊണ്ട് അത് പൊട്ടി വീണു. എന്നിട്ടും അത് അങ്ങനെ തന്നെ ഉണ്ട്. പിന്നെ ഉണ്ടായിരുന്നു നല്ല പിങ്ക് കളറ് ചാമ്പക്ക ഉണ്ടാവുക. ഇത് കൈതച്ചക്ക. ഇത് സൗമ്യ കൊണ്ടുവന്ന് കോട്ടയത്ത് നിന്ന് വരുമ്പോൾ കൊണ്ടുവന്നതായിരുന്നു. അപ്പം ഞാനൊന്ന് വെറുതെ കുഴിച്ചിട്ട് നോക്കിയതാ. അപ്പോൾ സംഭവം റെഡിയാണെന്നാണ് തോന്നുന്നത്. ഉണ്ടായിക്കഴിഞ്ഞാൽ പറയാം, ഭാഗ്യം. ഇത് സപ്പോട്ട മരം. ഇഷ്ടംപോലെ സപ്പോട്ട ഉണ്ടാവും. നല്ല ടേസ്റ്റുമാണ്. ഇത് എഗ് ഫ്രൂട്ട്, മുട്ടപ്പഴം. ഇഷ്ടം പോലെ ഉണ്ടാവും. ദിവസവും ഇത് വാരി താഴെ നിലത്ത് വീണിട്ട് വാരി കൂട്ടുന്ന പണി എനിക്ക്. ഇതാ കണ്ടോ. പക്ഷെ എനിക്ക് അതിൻ്റെ ടേസ്റ്റ് പിടിക്കൂല. എനിക്കെന്നല്ല, ഇവിടെ ജിക്കും ഇഷ്ടമല്ല. ഒരുവിധ ആൾക്കാർക്കൊന്നും ഇഷ്ടമല്ല. ചിലരൊക്കെ ഇവിടെ വന്ന് പറിച്ചിട്ട് പോവും. ഇത് തിപ്പലിയാണെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. എന്താണെന്ന് അറിയുന്നവർ കമൻറ്റ് ചെയ്യണേ. തിപ്പലി അറിയാലോ, ചുമയ്ക്കും കഫക്കെട്ടിനൊക്കെ നല്ലതാണ്. ഉണക്കി പൊടിച്ചിട്ട് തേനിൽ ചാലിച്ച് കഴിക്കുന്നതൊക്കെ നല്ലതെന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. നമുക്കറിയില്ല അത് തിപ്പലിയാണോ എന്നുള്ളത്. ഉറപ്പിച്ചാലല്ലേ ഇങ്ങനെയൊക്കെ എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ. ഇത് കർമൂസ, ചിലർ ഓമക്ക എന്നല്ലേ പറയാം. ഓമക്ക, കർമൂസ, എന്താണ് പപ്പായ. ഇതും ഞാൻ കുഴിച്ചിട്ടാട്ടോ. നമ്മൾ ചെടിയൊക്കെ കുഴിച്ചിട്ടിട്ട് അതിലൊരു പൂവൊക്കെ ഉണ്ടായി കാണുമ്പോൾ ഭയങ്കര സന്തോഷമല്ലേ. എനിക്ക് ഭയങ്കര സന്തോഷമാണേ ഒരു പൂവൊക്കെ ഉണ്ടായി കാണുമ്പോൾ. അല്ലെങ്കിൽ അതിൻ്റെ മുകളിൽ എന്ത് ഫ്രൂട്ട് ഉണ്ടാകുന്നതാണെങ്കിൽ അതുണ്ടായി കാണുമ്പോൾ ഭയങ്കര സന്തോഷമല്ലേ. അടുത്തത് വീണ്ടും കൈതച്ചക്കയിലോട്ടാണ്. കൈതച്ചക്ക വേറെ ഉണ്ട് കേട്ടോ ഉണ്ടായത്. ഇത് ചായമൻസന ചെടി. പിന്നെ വലിയ സന്തോഷം എന്ന് പറയുന്നത് ഇതാ ബീട്രൂട്ടാണേ. ഇത് ഉണ്ടാവുമെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. ഞാൻ കുഴിച്ചിട്ടിട്ട് അത് ഇങ്ങനെ ആയിട്ടുണ്ട്. ഇത് നമ്മുടെ സാധാ വേലിച്ചീര എന്ന് പറയും. ഇംഗ്ലീഷ് ചീര എന്ന് പറയും തോന്നുന്നു. ഇത് ചായമൻസൻ്റെ ചീര. ഇത് സാമ്പാർ ചീര. ഇത് മൈലാഞ്ചി.
അത് പൊന്നാങ്കണ്ണി ചീരയാണ് ഇത്. പിന്നുള്ളത് അഗസ്ത്യച്ചീര. അത് ശ്രീമതി എടുത്തി തന്നാണ്, ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ശ്രീമതി ചേച്ചി തന്നാണ്. അപ്പോൾ ഇന്ന് നമുക്ക് ചായാമനസിൻ്റെ ചീര തോരൻ വെക്കാം, അല്ലെങ്കിൽ നമ്മളിവിടെ പറയുമ്പോൾ ഉപ്പേരി വെക്കാം. ആവേ, ഇതെന്താണിത്? ഇത് ഉപ്പേരി വെക്കണ്ടേ? നമുക്ക് ഉപ്പേരി വെക്കണ്ടേ? വെക്കണ്ടേ? ഉപ്പേരി വെക്കണ്ടേ? ഉപ്പേരി വെച്ചാ മതി അല്ലേ? തൊട്ട് നെറുകയിൽ വെക്കുന്നേ. പിന്നെ ഈ ചീരയ്ക്ക് ഷുഗർ ചീര എന്നും ചായാമനസ എന്നൊക്കെയാണ് പറയാമെന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ ഇല മാത്രമേ നമ്മൾ ഉപ്പേരി അല്ലെങ്കിൽ തോരൻ വയ്ക്കാൻ ഉപയോഗിക്കുള്ളൂ കേട്ടോ. പിന്നെ മൂത്ത ഇല ഉപയോഗിക്കേണ്ടെന്നും പറഞ്ഞിട്ടുണ്ട്. അത് ഇളയ ഇല മാത്രമാണ് ഉപയോഗിക്കുന്നത്. മൂത്ത ഇല കഴിയുന്നത് ഒഴിവാക്കുക. ഇതിൻ്റെ ഇല കണ്ടാൽ തന്നെ നമുക്കറിയാം പപ്പായേൻ്റെ ഇല അല്ലെങ്കിൽ മരച്ചീനീൻ്റെയൊക്കെ അതിനോടൊരു സാദൃശ്യമില്ലേ. പിന്നെ ഇത് ആഴ്ചയിൽ ഒരിക്കൽ ഭക്ഷണം പാകം ചെയ്ത് കഴിച്ചാൽ മതി എന്നാണ്, ഉപ്പേരി ഉണ്ടാക്കിയാൽ മതി എന്നാണ് ഇത് ഇതിനെപ്പറ്റി അറിയുന്നവർ പറഞ്ഞിട്ടും. പിന്നെ ഞാൻ യൂട്യൂബിൽ കുറച്ച് വീഡിയോസൊക്കെ കണ്ടപ്പോൾ അതിലൊക്കെ പറയുന്നുണ്ട് ആഴ്ചയിൽ ഒരിക്കൽ ഉപയോഗിച്ചാൽ മതിയെന്ന്. അതിൽ ഹൈഡ്രജൻ സയനൈഡ് വളരെ കൂടുതലായിട്ട് അടങ്ങിയിരിക്കുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു കറയല്ലേ, ആ കറ അതൊരു കട്ട് മാതിരി, അത് നമ്മൾ ഇപ്പോൾ കപ്പേൻ്റെ വെള്ളം ഒഴിവാക്കുന്നത് പോലെ ഇത് എങ്ങനെയാണ് പാകം ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലോണം വേവിക്കണം. അതും പാത്രം തുറന്ന് വെച്ചിട്ട് മൂടിയിടാതെ വേവിക്കുക. മൺപാത്രത്തിലാണ് ഏറ്റവും നല്ലത്. ഞാൻ അലൂമിനിയം പാത്രത്തിലാണ് ഉപയോഗിച്ചത്. അത് മൺപാത്രത്തിലാണെങ്കിൽ ഏറ്റവും നല്ലതാണെന്നാണ് പറയുന്നത്. 20 മിനിറ്റ് നിർബന്ധമായിട്ട് വേവിക്കണം. 20 മിനിറ്റ് വേവിച്ചിട്ട് അത് വെള്ളം ഊറ്റിക്കളഞ്ഞ് നല്ലോണം പിഴിഞ്ഞെടുത്തിട്ട് അരിഞ്ഞിട്ട് സാധാരണ ഉപ്പേരി വെക്കും പോലെ ഉപ്പേരി വെക്കുക. ഞാൻ പിന്നെ ചക്കക്കുരു ഇട്ടിട്ടും ഉപ്പേരി വെച്ച്, പിന്നെ അല്ലാതെ സാധാരണ ചീര ഉപ്പേരി വെക്കൂലേ, പച്ചമുളക് ഉള്ളിയൊക്കെ അരിഞ്ഞിട്ടിട്ട് തേങ്ങ ഒതുക്കിയിട്ട് അങ്ങനെ ഉപ്പേരി വെച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റാട്ടോ, അടിപൊളിയാണ്, ഒരു രക്ഷയില്ല. ആഴ്ചയിൽ ഒരിക്കലേ ഉപയോഗിക്കാൻ പറ്റുന്നേ ഉള്ളൂ. അത്രയും പിന്നെ കുട്ടികൾക്കൊക്കെ നല്ലതാണ്, വളർച്ചക്കുറവിന് ഒക്കെ നല്ലതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബായ്.